ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എൻ്റെ പൊന്നു മക്കളെ, ഇന്നത്തെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. മക്കൾ, ഒരുപാട് കുട്ടികൾ നിരന്തരം ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതും നമ്മൾ ഫിസിക്സിനകത്ത് 5ാമത്തെ ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ, ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. കാരണം A+ ലെവലുള്ള ചോദ്യങ്ങളാണ്. ബുദ്ധിമുട്ടാണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കരുത്, മടിക്കരുത്. ഒരു 2-3 തവണ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരാനിരിക്കുന്ന എല്ലാ എക്സാമിനും എത്ര ടൈറ്റ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് കൂടിയാലും എൻ്റെ ഗൈസ്, ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അവരെല്ലാവരും കണ്ട്, കേരളത്തിലെ മൊത്തം കുട്ടികൾ കണ്ട് വരാനിരിക്കുന്ന പരീക്ഷയിൽ 5ാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സുമായി ഞാൻ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ ആ 10 ചോദ്യത്തിലേക്ക് ആഴത്തിലൂടെ, ആ ചോദ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പൊ മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക മക്കൾസ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. കുറേ കുട്ടികൾ നിരന്തരം പറയാറുണ്ട്, സാർ ഈ ഒരു ചാപ്റ്റർ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ടോപ്പ് A+ ലെവലായിട്ടുള്ള 10 ചോദ്യം. ഈ 10 ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ ബാക്കിയൊക്കെ ഈസി ആയിട്ട് മാറും എൻ്റെ ഗൈസ്. അതുകൊണ്ട് തന്നെ മാക്സിമം കൂടി തന്നെ ശ്രദ്ധിക്കുക. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ മലയാളം മീഡിയത്തിന്റെയും അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മലയാളം മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ തന്നെ വായിച്ചു നോക്കാം. നമുക്കൊരു ചിത്രം നൽകിയിരിക്കുന്നു അല്ലെ, ചിത്രം തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ABC 3 ചോദ്യങ്ങൾ. എപ്പോഴും ഈ ഒരു ചാപ്റ്ററിന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ എയറും വാട്ടറാണ് തന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈറ്റ് പാസ് ചെയ്യുന്ന വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ചോദ്യം ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം, പ്രകാശം ജലത്തിൽ നിന്ന് വായുവിലോട്ട് വരുമ്പോൾ, താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രകാശം ജലത്തിൽ നിന്ന് വായുവിലോട്ട് വരുമ്പോൾ എന്താ കൊടുത്തത്? ആദ്യ ചോദ്യം, when the ray of light comes from water into air, the light rayക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു? away from the നോർമൽ നിന്നും അകന്നു പോകുന്നു. നമുക്കറിയാം, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ അത് away from the നോർമൽ, ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു അല്ലെ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്തായിരിക്കണം? ഇവിടെ ലൈറ്റ് പാസ് ചെയ്യുന്ന ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. അപ്പൊ away from the നോർമൽ നിന്ന് എന്ത് ചെയ്യുന്നു? അകന്നു പോകുന്നു. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലായോ? എന്താണ് ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ? ലംബത്തിൽ നിന്നും അകലുന്നു എന്ന് എഴുതിയേക്കുക. എന്തെഴുതണ്ടേ? ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു, away from the നോർമൽ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? away from the നോർമൽ എന്ന് എഴുതിയേക്കുക. ജസ്റ്റ് ഓർത്തേക്ക് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, നെയിം ദ ഫിനോമിന വിച്ച് കോസസ് ദ ഡീവിയേഷൻ. ഈ ഡീവിയേഷന് കാരണമായിട്ടുള്ളത് എന്താണെന്നാണ് ചോദ്യം. നമ്മൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വ്യതിയാനത്തിന് കാരണമായ പ്രതിഭാസം. നമുക്കറിയാം എന്താ സംഭവിക്കുക. ലൈറ്റ് ഇങ്ങനെ വന്നാൽ ഇവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നു. ആ പ്രതിഭാസത്തിന് കാരണം എന്താണ്? അതാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേരിനല്ലേ. അതെന്താണ്? അപവർത്തനം, അതായത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ റിഫ്രാക്ഷൻ ആണ്. അവിടുത്തെ ആ ഒരു ഡീവിയേഷന് കാരണം നമ്മൾ എന്താണ്? റിഫ്രാക്ഷൻ, അപവർത്തനം എന്നൊക്കെ പറയാം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചിത്രത്തിന് ബേസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ പാസസ് ഫ്രം വാട്ടർ ടു എയർ. വാട്ടറിൽ നിന്നും എയറിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിന്റെ സ്പീഡിന് എന്ത് സംഭവിക്കുന്നതാണ്? ജലത്തിൽ നിന്ന് വായുവിലോട്ട് പ്രകാശം ചലിക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ പ്രകാശ വേഗതയ്ക്ക് എന്തു മാറ്റമാണ് ഉണ്ടാവുക? നമുക്കറിയാം മക്കളെ, ഇവിടെ നോക്കിക്കോളും. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ away from the നോർമൽ. എയറിലാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ m/s ആണ്. ഇനി വാട്ടറിലാണെങ്കിൽ 2.25 × 10⁸ m/s ആണ്. അപ്പൊ ജസ്റ്റ് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, വാട്ടറിൽ സ്പീഡ് കുറവാണ്, എയറിലേക്ക് കടക്കുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു?
സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു എന്ന് ഓർത്തേക്കുക. അപ്പൊ സി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? സ്പീഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തെ ബേസ് ചെയ്തിട്ട് എപ്പോഴും നമുക്ക് ഗൈസ് ഈ ഒരു ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് ഈ രൂപത്തിലുള്ള 3 ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. ഒന്ന്, ലൈറ്റ് എങ്ങനെ പാസ് ചെയ്യുന്നു. ഇപ്പൊ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ലൈറ്റ് ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം എന്നാണ്. ചിലപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും? ടുവേഴ്സ് ദ നോർമൽ ആയിരിക്കും, സ്പീഡ് കുറവായിരിക്കും, പക്ഷെ റിഫ്രാക്ഷൻ അപവർത്തനം തന്നെ ആയിരിക്കും. മക്കളെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഈസി ആയിട്ട് തോന്നണില്ലേ? ഇനി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചോദ്യം 2-3 തവണ കേട്ട് കഴിഞ്ഞാൽ ആ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ലെവലുള്ള ചോദ്യങ്ങളാവും നമുക്ക് എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും സെറ്റാക്കി ഞാൻ വിചാരിക്കുന്നു. റെഡിയാണല്ലോ അല്ലേ ഗൈസ്? അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഇതേ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കൾ എങ്ങോട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? വീണ്ടും നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിനകത്ത് എന്താ തന്നിട്ടുള്ളത്? വാക്വത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ്, അതായത് ശൂന്യം വായുവിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ ആണ്. വാട്ടർ ആകുമ്പോൾ 2.25 × 10⁸ ആയി. ഗ്ലാസ് ആകുമ്പോൾ 2 × 10⁸ ആയി. ഡയമണ്ട് ആകുമ്പോൾ 1.25 ആയി. ഇങ്ങോട്ട് വരുന്നൊരു സ്പീഡ് ഇങ്ങനെ കുറയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇങ്ങോട്ട് വരുന്നൊരു ഡെൻസിറ്റി, സാന്ദ്രത കൂടുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് ഓർത്തേക്കാം. അപ്പൊ നമ്മൾ ബേസ്ഡ് ഓൺ ദ ടേബിൾ വിച്ച് മീഡിയം ഹാസ് മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മളെ ചോദ്യം എന്താണ്? ഒന്ന് വായിച്ചു നോക്ക് ചോദ്യം. പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ പ്രകാശ സാന്ദ്രത കൂടിയത് ഏതാണ്? ഒരു കൺഫ്യൂഷൻ വേണ്ട. പ്രകാശ സാന്ദ്രത കൂടിയത് ഏതാണ്? ഒന്നുമില്ല, ഡയമണ്ട്, വജ്രം അല്ലേ? ഏതാണ്? ഡയമണ്ട്, വജ്രം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഹൈ. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് നോക്കിയാൽ തന്നെ ഓരോരുത്തർക്കും മനസ്സിലാവും. ഇങ്ങോട്ട് താഴോട്ട് പോകും തോറും അല്ലേ, താഴേക്ക് പോകും തോറും ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യവും ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഇത് ഈസി ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോ 2 ചോദ്യങ്ങൾ, ടോട്ടൽ 10 ചോദ്യങ്ങളിൽ 2 ചോദ്യം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ചോദ്യം മക്കളെ നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം വീണ്ടും നമുക്ക് ചിത്രം തന്നു. ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടാൽ മക്കളെ ഓർത്തുവെച്ചോളൂ, ഇതെന്താണ്? ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞത് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. രണ്ടാമത്തെ സർഫസിലൂടെയാണ് പോകുന്നത്. രണ്ടാമത്തെ എങ്ങനെ പോകുന്നത്? ഈ സർഫസിലൂടെ പോകുന്നത്. അപ്പൊ അത് എന്തായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. മൂന്നാമത്തെ അതേ മീഡിയത്തിലേക്ക് തന്നെ വന്നു. അപ്പൊ അത് ഏതായിരിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഇനി ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? എടാ മോനെ, മനസ്സിലായോ? ശ്രദ്ധിക്കണില്ലേ? അപ്പൊ എന്താണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുക. മൂന്നാമത്തെ ചോദ്യമാണ്. ഈ മൂന്നാമത്തെ ചോദ്യത്തിൽ ഈ ചിത്രത്തെ താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ചിത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ചോദ്യം പഠിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഹിയർ? ഇവിടെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 42 ഡിഗ്രി ആണ്. നിങ്ങൾക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ കാണിക്കുന്ന പിക്ചർ ഏതാണ്? ബി ആണ് അല്ലേ? ക്രിട്ടിക്കൽ ആംഗിൾ കാണിക്കുന്ന പിക്ചർ ഇവിടെ ഏതാണ്? ബി. അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അല്ലെ, അതന്നെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്ര അല്ലെ? രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഫിഗർ റെപ്രസെന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നേരത്തെ നമ്മൾ പറഞ്ഞാണ് അമ്പാനെ. ഈ ചിത്രത്തിലേക്ക് ഇതിൽ ഏതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത് ഈ പിക്ചറാണ്. ഓർത്ത് വെച്ചോളൂ, എപ്പോഴും പരീക്ഷയ്ക്ക് ഉദിക്കും. ഇനി റൈറ്റ് എനി 2 അപ്ലിക്കേഷൻ ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ 2 അപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെ അറിയാം? ഡയമണ്ടിന്റെ ആ തിളക്കം നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ഒപ്റ്റിക് ഫൈബർ അറിയാം. എൻഡോസ്കോപ്പി, ആരാണോ സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ? ആ എൻഡോസ്കോപ്പി, ഇനി അതല്ലെങ്കിൽ റിഫ്ലക്ടർ, ഇനി അതല്ലെങ്കിൽ പെരിസ്കോപ്പ്, മിറാഷ്, മരീചിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം. ഓർത്ത് വെച്ചോളൂ. ഇനി ഇതാരും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. ഈ ഒരു ചിത്രം കണ്ടാൽ അത് റിഫ്രാക്ഷൻ, അപവർത്തനം. ഇങ്ങനെ സമാന്തരമായിട്ട് ഇത് പാരലായിട്ട് അല്ലെങ്കിൽ ഒരു സർഫസിന്റെ മുകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പൊ ഇത് ഗ്ലാസ് ആണെങ്കിൽ ഇത് 42 ഡിഗ്രി ആവും. അങ്ങനെയെങ്കിൽ വാട്ടറിന്റെ എത്രയായിരിക്കും? 48.6. അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത് ഇതേപോലെ തന്നെ വീണ്ടും ഒരു ചോദ്യമാണ്. ഈ രീതിയിലേക്ക്
ഒരേ ചോദ്യം. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, 3 ചിത്രം തന്നതിന് പകരം ഇവിടെ ഒറ്റ ചിത്രം മാത്രമേ തന്നിട്ടുള്ളൂ. ആ ചോദ്യത്തിൽ ചിത്രം ശരിക്കും നോക്കിയോ, എന്താണ് ലൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? സാറേ എനിക്കത് മനസ്സിലായിട്ടില്ലല്ലോ. ചെറിയ കുട്ടികളൊക്കെ പറയും ഒന്നുമില്ലതാ ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കണം അമ്പാനെ, ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഇവിടുന്നാണ്. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഗ്ലാസിൽ നിന്ന് എയറിലേക്കാണ്. ഇവിടെ ഈ ഡോട്ട് കൊടുത്ത എന്താണ്? നോർമൽ, ലംബമാണ്. എൻ ഡാഷ് എന്നൊക്കെ പറയും. ഇവിടെ നോക്കാം 46.6 ഡിഗ്രി, 46 ഡിഗ്രി തന്നിട്ടുള്ളൂ, 46 ഡിഗ്രി. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രിയാണ്. ഈ കാര്യങ്ങളൊക്കെ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. 42 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് ലൈറ്റ് വന്നാൽ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും? അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ പിക്ചറാണ്. അപ്പൊ നമുക്ക് ചിത്രം നോക്കാം. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചേ. AB എന്നത് ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിയാണ്. ഇതാണ് AB. ഇനി എൻ ഡാഷ് എന്നത് പതനബിന്ദുയുടെ ലംബമാണ്. ഇതാണ് ലംബം, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലംബം. ബിയിൽ നിന്നുള്ള പ്രകാശരശ്മിയുടെ തുടർപാത വരച്ച് പൂർത്തിയാക്കൂ. ഒരു കൺഫ്യൂഷനും വേണ്ട. എന്ത് ചെയ്താൽ മതി? നേരെ അതേ മീഡിയത്തിലേക്ക് തന്നെ വരച്ചാൽ മതി. എന്താണ് കാരണം മക്കളെ? കാരണം ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയിൽ ലൈറ്റ് വന്നാൽ അത് ഇങ്ങനെ പോവുള്ളൂ. പക്ഷെ 42-നേക്കാൾ കൂടുതലായാലോ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം ഇവിടെ 46ആണ്. എടാ മോനെ ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ എത്രയാ തന്നിട്ടുള്ളത്? 46ആണ്. അപ്പൊ അത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഈസി ആണല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. പതനത്തിനു ശേഷം പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിക്കാൻ സഹായിച്ച പ്രതിഭാസം എഴുതുക. അതേതാണ്? അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന് ഓർത്തിക്കുക. ഈ പ്രതിഭാസത്തിന്റെ 2 പ്രായോഗിക ഉപയോഗങ്ങൾ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മക്കൾ. അപ്പൊ മലയാളം മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. AB is the path of light falling obliquely on glass to air. അല്ലേ? ഇനി എൻ ഡാഷ് ദ നോർമൽ ആണ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡന്റ്. കംപ്ലീറ്റ് ദ ഡയഗ്രം യുവർ ആൻസർ. എന്താണ്? കംപ്ലീറ്റ് ദ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പൊ 46 ഡിഗ്രിയിൽ വന്നാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഇങ്ങനെ പോകും. ഇനി നെയിം ദ ഒപ്റ്റിക്കൽ ഫിനോമിന ഹെൽപ്പ് ഡ്രോ ദ ഇൻസിഡൻസ് ആഫ്റ്റർ ദി ഇൻസിഡൻസ്. അതായത് അതിനുശേഷം നമ്മൾ ഇൻസിഡൻസിലേക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു റേ വരയ്ക്കാനുള്ള കാരണം ഏത് നിയമപ്രകാരമാണ്? നമുക്കറിയാം. അത് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഏതായിരിക്കണം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം. അങ്ങനെയെങ്കിൽ ഇതിന്റെ എന്തെഴുതണം? അപ്ലിക്കേഷൻ, 2 അപ്ലിക്കേഷൻ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ ഉപയോഗങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒപ്റ്റിക് ഫൈബർ, ഡയമണ്ട്, എൻഡോസ്കോപ്പി, ഈ 3 കാര്യം ചോദിക്കും. പരീക്ഷയ്ക്ക് 2 ചോദിക്കും. അപ്പൊ എന്തായാലും അത് ഓർത്തു വയ്ക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ തന്നെ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ഇതുകൂടി ചോദിക്കും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻ മസ്റ്റ് ആണ്. അപ്പൊ ഇതുകൂടി പഠിച്ചു വെക്കണം. ആ കൂട്ടത്തിൽ ഞാൻ ഇതുകൂടി പറഞ്ഞു എന്നുള്ളൂ. അതായത് ലൈറ്റ് റേ ഷുഡ് പാസസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. എപ്പോഴും ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് ആയിരിക്കണം. എയറിൽ നിന്ന് ഗ്ലാസിലേക്ക് വന്നാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കില്ല. നേരെ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക്, വാട്ടറിൽ നിന്ന് എയറിലേക്ക്, ഡയമണ്ടിൽ നിന്ന് എയറിലേക്ക്. അപ്പൊ എപ്പോഴും സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ലൈറ്റ് കടന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുള്ളൂ. രണ്ടാമത്തെ എന്താ കൊടുത്തുള്ളത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയിരിക്കണം. റെഡിയാണോ? അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം മക്കളെ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത് വീണ്ടും നമുക്കൊരു ടേബിൾ. അപ്പോൾ ടേബിൾ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ കളിയാണല്ലോ ഇതിനകത്ത്. അപ്പോൾ മക്കളെ മാക്സിമം ഘടന ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാണ്. A+ ലെവൽ ചോദ്യമാണ്. ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ കാണണം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മക്കളെ. അപ്പോൾ 2-3 പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്ത് വീണ്ടും നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ ടേബിൾ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇവിടെ തന്നിട്ടുണ്ട്. വായിച്ചോളൂ, പെട്ടെന്ന് വായിച്ചോളൂ. പട്ടികയിൽ തന്നിരിക്കുന്ന മാധ്യമങ്ങൾ അവയുടെ പ്രകാശിക സാന്ദ്രത ആരോഹണ ക്രമത്തിൽ എഴുതുക. എങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? ലിസ്റ്റ് ഗിവൺ ദ മീഡിയം ദ അസെൻഡിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അസെൻഡിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നാണ്. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് അല്ലേ, ഇൻക്രീസിങ് ഓർഡർ, അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഡിക്രീസിങ് ഓർഡർ എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആരോഹണക്രമം. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ എഴുതാനാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഐ വാ, ഗ്ലാമർ ദിയ, ഇങ്ങനെ പഠിച്ചിട്ടില്ലേ നമ്മൾ?
ഐ വാ ഗ്ലാമർ ദിയ, ഐ വാ ഗ്ലാമർ ദിയ. അതായത് എയർ, വാട്ടർ, ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, ഡയമണ്ട്. അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഐ വാ ഗ്ലാമർ ദിയ എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ടേബിളിൽ ഇവിടെ ശൂന്യത കണ്ടില്ലേ? അപ്പൊ ശൂന്യത അതാണ് എയറിന് പകരം. അല്ലെങ്കിൽ വാ വാ ഗ്ലാമർ ദിയ എന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? വാ വാ വാക്വം, വാക്വം, വാക്വം. അതും ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ ഞാൻ. ദാ വാക്വം, പിന്നെ ഏതാണ് വാട്ടർ, പിന്നെ ഏതാണ് ഗ്ലാസ്, പിന്നെ ഏതാ ഡയമണ്ട്. അപ്പോൾ വാ വാ ഗ്ലാമർ ദിയ. അപ്പൊ അങ്ങനെ ഓർത്തേക്കുക. അപ്പൊ എന്തായാലും ഓർത്ത് വയ്ക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? പ്രകാശം ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ജലത്തെ അപേക്ഷിച്ച് ഗ്ലാസിന്റെ അപവർത്തനാങ്കം, ഗ്ലാസിന്റെ അപവർത്തനാങ്കാണ് കാണാൻ പറഞ്ഞത്. ജലത്തെ അപേക്ഷിച്ച് അറിയുമ്പോൾ എന്ത് ചെയ്യണം? ദാ ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ? വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, ജലത്തെ അപേക്ഷിച്ച് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? N ഈക്വൽ ടു W/G എന്ന് ഓർത്തിരിക്കുക. ഈ W/G എന്ന് ഞാൻ പറയുന്നത് എന്തിനാ അറിയോ? ഇത് വാട്ടർ, ഇത് ഗ്ലാസ്. ഒന്ന് വാട്ടറും ഗ്ലാസ്. അതായത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാണേണ്ടത്. ഇനി വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാമത് കിടക്കുന്നത്, മുകളിൽ എഴുതണം. അതായത് വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണെങ്കിൽ എയർ മുകളിൽ എഴുതണം, വിത്ത് റെസ്പെക്ട് ടു ഡയമണ്ട് എന്നാണെങ്കിൽ ഡയമണ്ട് മുകളിൽ എഴുതണം, വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്നാണെങ്കിൽ ഗ്ലാസ് മുകളിൽ എഴുതണം. ഇവിടെ നമ്മളോട് എന്താണ് പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അപ്പൊ വാട്ടർ മുകളിൽ എഴുതുക, രണ്ടാമത്തത് മുകളിൽ എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ പറയുന്നില്ലേ? N ഈക്വൽ ടു V2/V1 എന്നൊക്കെ പറയൂ അല്ലേ? അതായത് അല്ലെങ്കിൽ N ഈക്വൽ ടു V1/V2 എന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു 1 വിത്ത് റെസ്പെക്ട് ടു 2 വിത്ത് റെസ്പെക്ട് ടു 1. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ കേട്ടുകാണ്ട് പേടിക്കേണ്ട. ചില കുട്ടികൾക്ക് അതൊക്കെ കേൾക്കുന്ന ദേഷ്യമാണ്. അപ്പൊ ആ പരീക്ഷയ്ക്ക് ഇങ്ങനെ വരുള്ളൂ. രണ്ട് മീഡിയം തരും, എന്നിട്ട് നിങ്ങളുടെ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്നാണെങ്കിൽ വാട്ടർ മുകളിൽ എഴുതുക, വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് മുകളിൽ എഴുതുക, വിത്ത് റെസ്പെക്ട് ടു എയർ ആണെങ്കിൽ എയർ മുകളിൽ എഴുതുക. ഇപ്പൊ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള ചോദ്യത്തില്? വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, ജലത്തെ അപേക്ഷിച്ച്. കണ്ടില്ലേ? ജലത്തെ അപേക്ഷിച്ച് വരുമ്പോൾ ജലം മുകളിൽ എഴുതണം, ഗ്ലാസിനെ അപേക്ഷിച്ച് വരുമ്പോൾ ഗ്ലാസ് മുകളിൽ എഴുതാം. അത്ര ശ്രദ്ധിക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം, നമ്മൾ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞാൽ N ഈക്വൽ ടു C/V എന്നാണ്. അപ്പോൾ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് W വാട്ടർ താഴെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? ഈ ടേബിളിൽ തന്നിട്ടുണ്ട്. വാട്ടറിന്റെ എത്രയാണ്? 2.25 × 10⁸ m/s അല്ലേ? ബൈ ഗ്ലാസിന്റെ എത്രയാണ്? 2 × 10⁸ m/s. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം, കാരണം ഒരേപോലെ വെട്ടിക്കളയാം. ബാക്കി ഇവിടെ എന്തുണ്ട്? 2.25/2 എന്ന് വരും അല്ലേ? ഈ 2.25 അതിന് 225 ആക്കാനുമ്പോൾ ഇവിടെ 100നെ കൊണ്ട് ഗുണിക്കണ്ടേ? ഇവിടെ ഒരു 100നെ കൊണ്ട് ഗുണിക്കണ്ടേ? 100നെ കൊണ്ട് ഗുണിച്ചാൽ 225 എന്ന് വരും. അപ്പൊ താഴത്തൊരു 100നെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ എങ്ങനെ വരും? 225/200 എന്ന് എഴുതാം. അപ്പോൾ 225/200 എന്ന് എഴുതാം. അത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കിട്ടും? 1.125 എന്ന് കിട്ടും. 1.125. അത് ജസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഇത്ര വരെ എഴുതാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ അവിടെ എഴുതി നിർത്തിച്ചോണ്ട് ഒരു പേടിയും പേടിക്കണ്ട. ഈ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ സംഖ്യകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കുട്ടിക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർത്തേക്കുക, വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് കേട്ടാൽ വാട്ടർ മുകളിൽ എഴുതുക, ജലത്തെ അപേക്ഷിച്ച് കേട്ടാൽ ജലം മുകളിൽ എഴുതുക, ഗ്ലാസിനെ അപേക്ഷിച്ച് കേട്ടാൽ ഗ്ലാസ് മുകളിൽ എഴുതുക. ഈ ഒരു ഐഡിയ മാത്രം ഉണ്ടാകും. നേരിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ്? N ഈക്വൽ ടു C/V. ഓരോന്നിൻ്റെ തന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറ്റും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? C ക്വസ്റ്റ്യൻ. റൈറ്റ് ദ പ്രാക്ടിക്കൽ ഡെഫിനിഷൻ ഓഫ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കേവല അപവർത്തനാങ്കത്തിന്റെ നിർവചനം നിങ്ങളോട് എഴുതാൻ പറഞ്ഞാണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കേവല അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം അല്ലേ? കേവല അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം വന്നിരുന്നു. ശൂന്യതയെ അപേക്ഷിച്ച് കണ്ടല്ലേ? അപ്പൊ ശൂന്യത മുകളിൽ എഴുതണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം കണ്ടല്ലേ? വിത്ത് റെസ്പെക്ട് ടു വാക്വം. അപ്പോൾ വാക്വം എവിടെ എഴുതണം? മുകളിൽ എഴുതണം. അതുകൊണ്ട് N ഈക്വൽ ടു C/V. ഇതാണ് നമ്മൾ ഇക്വേഷൻ. മനസ്സിലായോ മക്കളെ? റെഡിയാണോ?
കാണുന്ന ഓരോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ എന്ത് ചെയ്യണം, കമന്റ് ബോക്സ് രേഖപ്പെടുത്തണം, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ n=c/v എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേവല അപവർത്തനാങ്കം പഠിക്കുമ്പോൾ ഇതുകൂടും പഠിക്കണം. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആപേക്ഷിക അപവർത്തനം, ഇതിന്റെ രണ്ടിന്റെ ഡെഫിനിഷൻ എപ്പോഴും എഴുതാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഇതിനകത്ത് പറയുന്നത്. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെ ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നു. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം. ഇവിടെ ഏതാ തന്നിട്ടില്ല, അതുകൊണ്ട് അതിനെ നമ്മൾ എന്താ പറയുന്നു, എന്താ പറയുക, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. അതുകൊണ്ട് n=v1/v2 എന്ന് എഴുതാം, n=v2/v1 എന്ന് എഴുതാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് നടക്കുന്ന മുകളിലേക്കാണ്. അപ്പൊ ഇവിടെ നോക്കുക, n=v1/v2 എന്ന് പറഞ്ഞാല് ഇവിടെ എഴുതേണ്ടത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, n=1, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1. അപ്പൊ രണ്ടാമത് നടക്കുന്ന മുകളിൽ എഴുതി. അപ്പൊ ഇവിടെ എന്ത് എഴുതുക, ഇവിടെ എങ്ങനെ എഴുതണം, 1, 2 എന്ന് എഴുതുക. രണ്ടാമത് കിടക്കുന്നത് എന്ത് ചെയ്യുക, മുകളിൽ എഴുതുക. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ കാണാതെ പഠിച്ചേക്കേണ്ട, ഇങ്ങനെ പ്രോബ്ലം ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മുകളിൽ താഴെ തന്നിട്ടുള്ളത് എഴുതുക, അത്രേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതൊന്നും ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം. എപ്പോഴും നമുക്ക് ഈ ലെൻസിന്റെ ഭാഗത്ത് നമുക്കൊരു ചിത്രം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു ചിത്രം പരീക്ഷയ്ക്ക് വരും, പബ്ലിക് എക്സാമിന്, മോഡൽ എക്സാമിനൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചിത്രത്തിലേക്ക് ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇവിടെ ഒബ്ജക്റ്റ് നിൽക്കുന്നത് എവിടെയാണ്, ബിറ്റ്വീൻ 2F ആൻഡ് F. 2Fനും Fനും ഇടയിലാണ് വസ്തു വെക്കുന്നത്. ഇതൊന്നൊരു ലൈറ്റ് ഇങ്ങനെ വന്നു, അത് ഫോക്കസിലൂടെ പോയി ഒപ്റ്റിക് സെന്റർ, അതായത് പ്രകാശിക കേന്ദ്രത്തിലൂടെ വരയ്ക്കുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇടയിലൂടെ. അപ്പോൾ എവിടെയാണ് പ്രതിബിംബം കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഡയഗ്രം കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഡയഗ്രം കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നോക്കുക, ഡയഗ്രം കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് കുറച്ച് മറ്റു ചിത്രം കൂടി നമുക്ക് പഠിക്കണം. അപ്പോൾ ആദ്യം ഡയഗ്രം ഒന്ന് കംപ്ലീറ്റ് ആക്കി വെക്കാം. ഒന്നുമില്ല, ഇതിലൂടെ എന്ത് ചെയ്താൽ ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയ്ക്കാം. ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സ്കെയിൽ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരച്ചു. അപ്പോൾ ഇവിടെ രണ്ടും കൂടിച്ചിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വലിയൊരു ഇമേജ് കിട്ടുന്നത്, കണ്ടില്ലേ, ഇൻവേർട്ട്, തല തിരിഞ്ഞ ഒരു ഇമേജ് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിക്ചർ നിങ്ങൾ എന്തായാലും വരച്ചു പഠിക്കണം മക്കളെ. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് പിക്ചർ ഉണ്ട്, അപ്പോൾ എന്തായാലും അത് വരച്ചു പഠിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി പിക്ചർ, ഇമ്പോർട്ടൻ്റ് ആയ പിക്ചറോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം പ്രതിബിംബത്തിന് 2 സവിശേഷതകൾ എഴുതാനാണ് അല്ലേ. ഇതിൻ്റെ 2 പ്രത്യേകത എന്താണ്, ഇത് ഇൻവേർട്ട് ആണ് അല്ലേ, ഇൻവേർട്ട്, തല തിരിഞ്ഞതാണ് അല്ലേ. അതോടൊപ്പം തന്നെ എന്താണത്, റിയൽ ആണ്, യഥാർത്ഥമാണ്. ഇനി എന്താണ്, ലാർജർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ വലുതാണ്. ഇതൊക്കെ എഴുതി കൂടെ. അപ്പോൾ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം എന്താണ്, വേർ ദ മസ്റ്റ് ദ ഒബ്ജക്റ്റ് പ്ലേസ് അറ്റ് ഗെറ്റ് റിയൽ ഇമേജ് ദ സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ്. വസ്തുവിന്റെ അതേ വലുപ്പമുള്ള യഥാർത്ഥ പ്രതിബിംബം ലഭിക്കാൻ വസ്തു എവിടെ വെക്കണം എന്നാണ്. അപ്പോൾ വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബം കിട്ടണമെങ്കിൽ നമുക്ക് വസ്തു എവിടെ വെക്കണം, 2Fൽ വെക്കണം. അപ്പോൾ 2Fൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പ്രതിബിംബം ലഭിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ അവിടെ പറഞ്ഞത്. 2Fൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, 2Fൽ തന്നെ ഇമേജ് കിട്ടുന്നു. ഇത് സെയിം സൈസ് ആയിരിക്കും, ഇൻവേർട്ട്, തല തിരിഞ്ഞതാണ് അല്ലേ. തല തിരിഞ്ഞൊക്കെ എന്താണ്, റിയൽ ആണ്, യഥാർത്ഥമാണ്. ആ വസ്തുവിൻ്റെ അതേ വലുപ്പമാണ് അല്ലേ. ഒബ്ജക്റ്റ് അറ്റ് 2F, വസ്തു 2Fലാണെങ്കിൽ. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ഈ ചിത്രം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അതായത് അടുത്ത് നോക്കുക, എന്താണ് 2Fന് ഇപ്പോൾ വരച്ച് 2Fന് ഇടയിലാണെങ്കിൽ ബിയോണ്ട് 2F ആണ്, 2Fന്റെ അപ്പുറത്താണ് പ്രതിബിംബം കിട്ടി. അപ്പോൾ നോക്കുക, വസ്തുവിനേക്കാൾ വലുതാണ്, തല കീഴായതാണ്, യഥാർത്ഥമാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2F ആൻഡ് 2F, ഇതും പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചിത്രം, വസ്തു നമ്മൾ എന്ത് ചെയ്യുന്നു, ലെൻസിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. ഈ Fനും അതേപോലെ തന്നെ പ്രകാശിക കേന്ദ്രത്തിന്റെ ഇടയിൽ വെച്ചാൽ അതേ സൈഡിൽ തന്നെ നമുക്ക് വലിയൊരു പ്രതിബിംബം കിട്ടുന്നു. അപ്പോൾ കോൺവെക്സിൽ ആകെ ഒറ്റ വെർച്വൽ ഇമേജ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഇമേജിന്റെ പ്രത്യേകത എന്താണ്, വെർച്വൽ ആണ്, അതായത് മിഥ്യയാണെന്ന് ഓർത്തേക്കുക. ലാർജർ ദാൻ ഒബ്ജക്റ്റ്. അപ്പോൾ കോൺവെക്സ് ലെൻസിനകത്ത് ഒന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, വെർച്വൽ ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്ത് ഒരു കോൺകേവിൻ്റെ ചിത്രം നിങ്ങൾ പഠിച്ചേക്കണം. ഒബ്ജക്റ്റ് എവിടെയാണെങ്കിലും ഇമേജ് എപ്പോഴും ഇതിൻ്റെ ഇടയിലേ കിട്ടുള്ളൂ. ഈ വസ്തു എവിടെയാണെങ്കിലും, ഇപ്പോൾ എവിടെ കൊണ്ടുവച്ചാലും നമുക്ക് ഇമേജ് എവിടെ കിട്ടുള്ളൂ, ഇതിൻ്റെ ഇടയിലേ ഇമേജ് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഓർത്ത്, അത് ചെറിയ ഇമേജ് ആയിരിക്കും അല്ലേ, ഇറക്റ്റ് ആണ്, നിവർന്നതാണ്, മിഥ്യയാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി
അപ്പോൾ ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം പറഞ്ഞപ്പോൾ ഞാൻ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്നുള്ളൂ. ഒരു ചിത്രം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയണം. അപ്പോൾ ഇനി അടുത്തതിനകത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നത് ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരം പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മക്കളെ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ്. ഇത് അവിടെ ഏത് ലെൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്? കുറേ കുട്ടികൾക്ക് ഇപ്പോഴും ലെൻസും മിററൊക്കെ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഇത് ലെൻസ് ആണെന്ന് ഓർത്തേക്ക്. അപ്പോൾ ഇത് ഏതാണ്? കോൺകേവ് ലെൻസാണ്. അപ്പോൾ കോൺകേവ് ലെൻസിൽ ഒരു ഒബ്ജക്റ്റ് വസ്തു ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. വസ്തുവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 45 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോബ്ലം ചെയ്യാനായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക എന്താണ്. റൈറ്റ് ദ വാല്യൂ ഓഫ് യൂസിങ് എന്താണ് യും അതേപോലെ തന്നെ എഫ് എന്താണ് യൂസിങ് ന്യൂ കാർട്ടീഷ്യൻ കൺവെൻഷൻ അല്ലേ. അതായത് എന്താ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള യും വിയും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ ഓൾറെഡി ഈ ചിത്രത്തിലേക്ക് നോക്കുക. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 45. അപ്പോൾ ഞാൻ 45 എന്ന് കൊടുത്തു. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ദാ ഈ ഡിസ്റ്റൻസ് ആണ്. അത് എത്ര? 30 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 30 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു? 30 എന്ന് എഴുതി. 30 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. മക്കളെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിനകത്ത് യും എഫിന്റെ വാല്യൂ ഒക്കെ വിലകളൊക്കെ നമുക്ക് കിട്ടി. ഇനി ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രകാരം എന്ത് ചെയ്യണം? സൈൻ കൊടുക്കണം. നെഗറ്റീവ് ആണോ പ്ലസ് ആണോ എന്ന് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, കുറേ കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങളെ ലെഫ്റ്റ് എവിടെയാണോ, നിങ്ങളുടെ ഇടതുഭാഗം എവിടെയാണോ, അങ്ങോട്ട് അളക്കുന്നൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ ഇതാണ് ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങോട്ട് അളക്കുന്നൊക്കെ നെഗറ്റീവ്. നിങ്ങളുടെ റൈറ്റിലേക്ക് വലതുഭാഗത്തേക്ക് അളക്കുന്നൊക്കെ പോസിറ്റീവാണ്. അതൊന്ന് ജസ്റ്റ് ഓർത്തേക്കുക. അപ്പോൾ ഇവിടെ യു എന്തായിരിക്കും? മൈനസ് ആണ്. എഫ് എന്തായിരിക്കും? മൈനസ് ആണ്. അത്രേ ഉള്ളൂ. മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ചിത്രത്തിനകത്ത് കോൺകേവ് തരാനുള്ള കാരണം കോൺവെക്സ് ആണെങ്കിൽ എഫ് ഇപ്പുറത്ത് വരും. അപ്പൊ എഫ് പോസിറ്റീവ് വരും. പക്ഷെ യു എപ്പോഴും നെഗറ്റീവ് ആണ്. മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും യു എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആണെന്ന് ഓർത്തേക്കുക. പക്ഷെ കോൺകേവിൽ എന്ത് സംഭവിക്കും? എഫ് നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നത്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അപ്പൊ യുവും എഫും നമുക്ക് എന്ത് കിട്ടി മക്കളെ? ഓർത്തേക്കുക. യുവും അതേപോലെ തന്നെ എഫും ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ തന്നിട്ടുള്ളത്? ലെൻസിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുക. കണ്ടെത്തുക. അപ്പൊ ലെൻസിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എഴുതട്ടെ. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എത്രയാണ് തന്നിട്ടുള്ളത്? എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് -30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? -30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. യു എന്ന് പറഞ്ഞാൽ -45 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. യു എന്താണ്? -45 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ കാണാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള. അപ്പൊ വി ആണ് കാണേണ്ടത് അല്ലെ? എന്താ കാണേണ്ടത് അമ്പാനെ? വി ആണ് കാണേണ്ടത്. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? എഫ് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. അപ്പൊ വി കാണാം. അപ്പൊ വി കാണാൻ ഇക്വേഷൻ എന്താ? ഓർത്തേക്ക്. വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. നമ്മളെ ലെൻസ് ഇക്വേഷനിലെ വി മാത്രമാണ് പ്ലസ് വരുന്നത്, ബാക്കിയൊക്കെ മൈനസ് ആണ്. അതായത് പ്രോബ്ലത്തിൽ ഇക്വേഷനിൽ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. അപ്പൊ അതിൽ സംഖ്യകൾ കൊടുക്കുക. ഈസിയാണ്. യു എന്ന് പറഞ്ഞാൽ എത്ര? -45 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ -30 ബൈ യു എന്ന് പറഞ്ഞാൽ എത്ര? -45 പ്ലസ് അല്ലേ? -45 പ്ലസ് എഫ് എത്രയാ? -30. ഞാനിത് രണ്ടും ബ്രാക്കറ്റ് കൊടുക്കാൻ, അങ്ങനെ ഇത് രണ്ടും മൈനസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇനി നേരെ ഗുണിച്ചാൽ മതി അല്ലേ? ഇവിടെ 45 ഗുണിക്കണം 30. 45 30 ഗുണിച്ച് ഞങ്ങളൊന്ന് ഗുണിച്ച് നോക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് എഴുതാണ്. അതായത് 1350 എന്ന് കിട്ടും. ബൈ ഇത് നേരെ ഗുണിക്കട്ടോ. ഇത് ഗുണിക്കണേ. അതായത് 3 5 15 5 ബാക്കി 1 4 3 12 1 13 കണ്ടല്ലോ. അപ്പോൾ 13 5 ഒരു 0 ചേർത്തു. ഇവിടെയുള്ള 0 ചേർത്തു. അങ്ങനെ 1350 കിട്ടി. മൈനസും വന്നുകൊണ്ട് അത് പ്ലസ് ആയി. മൈനസും വന്നുകൊണ്ട് എന്തായി? പ്ലസ് ആയി. ഞാൻ അവിടെ പ്ലസ് ഇട്ടു. ഇനി താഴെ എന്താണ്? -45 -30. -45 -30 കാരണം എത്ര കിട്ടി? -75 എന്ന് കിട്ടി. എന്ത് കിട്ടി അമ്പാനെ?
-75 എന്ന് കിട്ടി. -75 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഒന്ന് ഹരിച്ചു നോക്കണം. ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ -18 സെന്റിമീറ്റർ. കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. കാരണം എന്താണ്? മുകൾ ഭാഗത്ത് പ്ലസും താഴെ മൈനസും. എവിടെയെങ്കിലും ഒരു മൈനസ് വന്നാൽ നമുക്ക് ആൻസർ മൈനസ് ആയിരിക്കും. മൈനസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ഇത് റിയൽ ആണ്, ഓർത്ത് വയ്ക്കുക അല്ലെ, യഥാർത്ഥമാണെന്ന് ഓർത്ത് വയ്ക്കുക. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ തല കീഴായിട്ടുള്ള പ്രതിബിംബമാണ്, അത് റിയൽ ആണ്, യഥാർത്ഥമാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം കോൺകേവിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം തന്നെ ഞാൻ എന്ത് ചെയ്ത് സെലക്ട് ചെയ്ത് മക്കളെ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരു ചോദ്യത്തേക്ക്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉറപ്പാണ്. പക്ഷെ ഇതൊരു 2-3 തവണ കണ്ട് പിന്നെ നിങ്ങൾ ഒറ്റ തവണ എന്ത് ചെയ്യുക, കാണാതെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു പേടിയും പേടിക്കേണ്ട. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. വീണ്ടും നമുക്കൊരു പ്രോബ്ലം വന്നിട്ട് ടോപ്പ് 10 ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നത് മക്കളെ. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്, അടുത്ത ചോദ്യം എത്ര ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് കാണുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നോക്കാം. വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് എത്രയാണ്? 30 സെന്റിമീറ്റർ തന്നു. ഫ്രം ലെൻസ് റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ്, യഥാർത്ഥത്തിൽ ഇമേജ് ഫോം ചെയ്ത് 60 സെന്റിമീറ്റർ അകലെയാണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് അല്ലേ, ഹൈറ്റ് ഓഫ് ഇമേജ്. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഒരു ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായി 3 സെന്റിമീറ്റർ വരെയുള്ള വസ്തു വെച്ചപ്പോൾ 60 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്ന യഥാർത്ഥ പ്രതിബിംബത്തിന്റെ ഉയരം എത്ര? അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. എന്താണ്? ഒരു ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെയായി 3 സെന്റിമീറ്ററുള്ള വസ്തു. അപ്പൊ യു എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ. എന്താണ്? 30 സെന്റിമീറ്റർ. അതെന്തായിരിക്കും? മൈനസ് ആണ്. കറക്റ്റ് ആണല്ലോ, ഒന്നുമില്ല. ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തരാം. ഇനി അടുത്ത ഇതിൽ എന്താണെന്നുള്ളത്? വി നമുക്ക് തന്നിട്ടുണ്ട്. റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ റിയൽ ഇമേജ് ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു തരും 60 സെന്റിമീറ്റർ. അത് ലെൻസിന്റെ അപ്പുറത്തായതുകൊണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ അവിടെ ഒരു ലെൻസ് ഇങ്ങനെ വരച്ചു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 30 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്, അതാണ് 60 സെന്റിമീറ്റർ. അപ്പൊ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് അളക്കുന്നത് നെഗറ്റീവ്, അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ്. ഇങ്ങോട്ട് അളക്കുന്നത് പോസിറ്റീവ്, അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ആയത്. ഇനി വേറെന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലേ, HO നമുക്ക് തന്നിട്ട് എത്ര? 3 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. മുകളിലേക്ക് അളക്കുന്ന ദൂരം എന്താണ്? ഇതാണ് 3 സെന്റിമീറ്റർ. മുകളിലേക്ക് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? വേറൊരു കളറിൽ എഴുതാം. നമുക്ക് ഇക്വേഷൻ എഴുതിയേക്ക്. ഇക്വേഷൻ എന്താണ്? M = V/U. ലെൻസിൽ മൈനസ് ഇടാൻ പാടില്ല. M = V/U. M = -V/U ആണ് മിറർ, ദർപ്പണം. പക്ഷേ ലെൻസിൽ ഒരിക്കലും എന്താ വേണ്ട, മൈനസ് ഇടാൻ പാടില്ല. അപ്പൊ M = V/U അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്? അങ്ങനെയെങ്കിൽ V എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ബൈ U എന്ന് പറഞ്ഞാൽ എത്ര? -30. 0 ക്യാൻസൽ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? -2 സെന്റിമീറ്റർ അല്ലെ. മാഗ്നിഫിക്കേഷൻ യൂണിറ്റ് ഇല്ല, -2 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ M = HI/HO എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ HI കാണാൻ പറഞ്ഞാൽ, ഇവിടെ ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ ഇതിന് നേരെ ഇങ്ങോട്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഇതാ ഞാൻ അപ്പുറത്ത് ഒരു പേജ് എടുക്കട്ടെ, എന്നിട്ടാണ് എഴുതാം. എങ്ങനെ ഇക്വേഷൻ? അതായത് M = നമ്മൾ ഇക്വേഷൻ M = HI/HO. ഈ HO ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? HI ആണ് നമുക്ക് കാണേണ്ടത്. HI കാണാൻ ഇതിനെന്ത് ചെയ്താൽ നേരെ മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ HI = HO × മാഗ്നിഫിക്കേഷൻ അല്ലേ, ആവർത്തനം. ഒന്നുമില്ല, എന്താ ചെയ്ത്? ഇവിടെ ഉള്ളതിന് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാവില്ല. അതാണ് ഞാൻ HI = HO × ഇതിനങ്ങോട്ട് നേരെ ഗുണിച്ചാൽ മതി. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി, ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 സെന്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 6. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു മാഗ്നിഫിക്കേഷനും, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും വസ്തുവിലേക്കുള്ള ദൂരം പ്രതിബിംബത്തിലേക്കുള്ള ദൂരമൊക്കെ തന്നിട്ട് പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടെത്താൻ എപ്പോഴും ഒരു ചോദ്യം പ്രതീക്ഷിക്കണം. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതേപോലൊരു ചോദ്യം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഏതാണ് ചോദ്യം?
നമ്മളെ ലെൻസ് പവറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ ചോദ്യം എന്താണ് കൊടുത്തിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ലെൻസ് ഫോക്കൽ ലെങ്ത് ഈസ് +2 സെന്റിമീറ്റർ അല്ലേ, +2 സെന്റിമീറ്റർ. അപ്പോൾ പവറാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ P = 1/f, ഇതാണ് നമ്മൾ ഇക്വേഷൻ. P = എന്താണ്? 1/f. ഈ പവറിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ഇത് എപ്പോഴും ഏതിലായിരിക്കും? മീറ്ററിലായിരിക്കുന്നോർത്തേക്ക്. അതെപ്പോഴും ഏതിലായിരിക്കണം? മീറ്ററിലായിരിക്കുന്നോർത്തേക്ക്. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത്തിന് എഫ് എന്താണ്? നമുക്ക് +25 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി പ്ലസ് എന്ന് കണ്ടാൽ മക്കളെ, പ്ലസ് എന്ന് കണ്ടാൽ ഓർത്തേക്ക്, പ്ലസ് എന്ന് കണ്ടാൽ അത് ഏതായിരിക്കണം? പ്ലസ് എന്ന് കണ്ടാൽ ഏതാണ്? കോൺവെക്സ് ആണ്. മൈനസ് എന്ന് കണ്ടാൽ ഏതായിരിക്കും? കോൺകേവ് ആണ്. ഈ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കണം നിങ്ങളെ മനസ്സിൽ, എന്നാലേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുക, അല്ലെങ്കിലും പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കുക, P = നമ്മൾ എങ്ങനെ എഴുതുന്നു? P = 1/f. F = എന്താണ്? +25 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 25നെ 100 കൊണ്ട് ഹരിക്കണം. അതാണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നോക്കുക, അതാണ് 1/f എന്ന് പറഞ്ഞാൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 25/100 എന്ന് കിട്ടും. 25/100. ഈ 25/100 എന്ന് പറഞ്ഞാൽ 1/20, 1/25/100 എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടില്ലേ, റെസിപ്രോക്ക് തിരിച്ചിട്ട് ഗുണിക്കുക എന്നുള്ളതാണ്. അതായത് 100 മുകളിലേക്ക് വരും. ഇതിൻ്റെ അർത്ഥം 100/25 എന്നാണ്. അതായത് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. 4t. ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കിക്കോളി. ഞാൻ ഒറ്റ തവണ കൂടി പറയട്ടെ. അതായത് ഈ F = എത്ര കിട്ടിയിട്ടുണ്ട്? +25 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്യുക? +25 സെന്റിമീറ്ററിലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നേരെ നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 25നെ 100 കൊണ്ട് ഹരിക്കുക. 25നെ 100 കൊണ്ട് ഹരിക്കാൻ 100 25 ഒരു പ്രാവശ്യം, 100 4 പ്രാവശ്യം, അതായത് 1/4 എന്ന് കിട്ടി. ഈസി അല്ലേ? അങ്ങനെയെങ്കിൽ P = 1/f. അപ്പോൾ 1/f എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇതിനെ നേരെ തിരിച്ചിട്ടാൽ പോരെ. അപ്പോൾ 4 എന്ന് കിട്ടി. അപ്പോൾ 4d. ഇത്രേ ഉള്ളൂ. ഇതെന്താണ്? പ്ലസ് ആണ്. ഏതായിരിക്കണം? പ്ലസ് ആണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈസി അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. സെറ്റാണോ? അങ്ങനെയെങ്കിൽ ഒരു ചോദ്യത്തിലേക്കും കൂടി നമുക്ക് എടുക്കണം. ഏറ്റവും അവസാനത്തെ 10ാമത്തെ ചോദ്യം. കുറേ ആളുകൾക്ക് ഇതിങ്ങനെ കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഒരു പേടിയും പഠിക്കേണ്ട. 2-3 തവണ കണ്ടാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. വരാനിരിക്കുന്ന പരീക്ഷ ഒക്കെ നിങ്ങൾക്ക് ഈസിയായി മാറും. ഓക്കെ, അടുത്ത ചോദ്യം. ഡോക്ടറുടെ കുറിപ്പിൽ സൂചിപ്പിക്കുന്ന +2d എന്നത് എന്തിനെ കുറിക്കുന്നു? അനുമാനിക്കാമല്ലോ. ഏതൊരു ലെൻസാണ്? ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? അപ്പോൾ പ്രോബ്ലം ചെയ്യണം, എഴുതണം. അപ്പോൾ യു ക്യാൻ ഗസ് ദ +2d എന്ന് കേട്ടാൽ ഓർത്ത് വയ്ക്കുക. +2d എന്ന് കേട്ടാൽ എന്താണ്? പ്ലസ് എന്ന് കേട്ടാൽ അത് ഏതാണ്? കോൺവെക്സ് ആണ്. പോസിറ്റീവ് എന്ന് കേട്ടാൽ ഏതാണ്? കോൺവെക്സ്. നെഗറ്റീവ് എന്ന് കേട്ടാലോ? കോൺകേവ് അല്ലേ? കേവ് എന്ന് പറഞ്ഞാൽ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കാണേണ്ടത്? പ്ലസ് ആണ് കാണേണ്ടത്. അപ്പോൾ പ്ലസ് എന്ന് കേട്ടാൽ എന്താണ്? അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ പവറാണ് 2d. +2d എന്ന് കൊടുത്തില്ലേ? അപ്പോൾ 2d അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം എത്രയായിരിക്കും? അത് കണ്ടെത്തണം. അപ്പോൾ P = 1/f. P = എന്താണ്? 1/f. P എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? P എന്ന് പറഞ്ഞാൽ +2d തന്നിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ എത്രയാണ്? +2d തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ F = 1/p എന്ന് എഴുതി കൂടെ അല്ലേ? ഇവിടെ നമുക്ക് ഈ F ആണ് കണ്ട. ഈ F ഞാൻ കൊണ്ടുപോകുമ്പോൾ P താഴത്തെ, F ഹരിക്കണം എന്നുള്ള F അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറും. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ P താഴത്തേക്ക്. അപ്പോൾ F = 1/p എന്ന് എഴുതാം. C = 1/ എന്ത് എഴുതാം? +2 എന്ന് എഴുതാം. 1/+2 എന്ന് എഴുതാം അല്ലേ? എഴുതിക്കൂടെ? അത് ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ. വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചോദ്യം, അപ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 ചോദ്യമായിട്ടാണ് ഞാൻ റിവിഷൻ ക്ലാസ്സിലെത്തിയത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക? നല്ല കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമൻറ്റ് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തിയാൽ ഞാൻ വീണ്ടും അതേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരും. മക്കൾ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് 2-3 തവണ കേട്ട് പഠിച്ചു വയ്ക്കുക. നിർബന്ധമായിട്ട് പഠിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ.